வணக்கம். நான் ஸ்ரீ பார்வதி பி. திருவான்மியூர் கேரள சமாஜத்தின் சார்பில் அனைத்து பார்வையாளர்களுக்கும் இதயம் கனிந்த வரவேற்பு. இன்று நாம் விஷு என்னும் இனிய பண்டிகையை கொண்டாட ஒருங்கிணைந்துள்ளோம். மலையாளிகளின் புத்தாண்டின் ஆரம்பத்தை குறிக்கும் இந்த விழா நம்பிக்கை, செழிப்பு மற்றும் தெய்வீக ஆசிர்வாதங்களை வழங்கும் ஒரு சிறப்புமிக்க நாளாகும். உலகம் முழுவதும் உள்ள மலையாளிகள் இதை பக்தியுடனும் மகிழ்ச்சியுடனும் கொண்டாடுகிறார்கள். விஷு என்பது ஒரு பண்டிகை மட்டுமல்ல, இது மரபுகளும் ஆன்மீகத்தின் அழகிய சங்கமமும் ஆகும். இந்த நாள் விஷுக்கனி என்னும் புனிதமான தரிசனத்துடன் தொடங்குகிறது. புத்தாண்டின் முதல் பார்வையாக இது நம்மை செழிப்புக்கும் அதிர்ஷ்டத்திற்கும் வழிவகுக்கிறது. குடும்பத்தினர் அனைவரும் ஒன்றிணைந்து முதியோர்கள் ஆசிர்வாதங்களை பெறுகின்றனர். விஷுக்கை நீட்டம் என்னும் பரிசுகளை பெறுகின்றனர். மேலும் பல்வேறு சுவைகளுடன் கூடிய விஷு സദ്യ என்னுം ഉണവിനെ പരുഹി മകിழ்கிறார்கள். നമസ്കാരം, ഞാൻ ദേവപ്രിയ. തിരുവാൻമിയൂർ കേരള സമാജം ഒരുക്കുന്ന വിഷുപ്പുലരിയിലെ കലാവിരുന്നിലേക്ക് DD തമിഴ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സഹർഷം സ്വാഗതം. അമ്മ വാത്സല്യത്തിൻ്റെ നനത്ത വിരലുകൾ കണ്ണുകളെ മുറുകെ മൂടിയപ്പോൾ മനസ്സിലൊരു തുടികൊട്ട്. വീണ്ടും ഒരു വിഷുവെത്തി. നിലവിളക്കിൻ്റെ പ്രഭയിൽ വിഷുക്കണിക്ക് തലേരാത്രിയിൽ കണ്ടതിലും 100 ഇരട്ടി ചന്തം. പുഞ്ചിരി തൂകുന്ന കൃഷ്ണവിഗ്രഹത്തിനു മുന്നിലെ ഓട്ടുരുളിയിൽ കണ്ണാടിയും വെള്ളരിക്കയും ചക്കയും മാങ്ങയും നാളികേരവും കസവുമുണ്ടും ധാന്യങ്ങളും നാണയങ്ങളും പിന്നെ സ്വർണ്ണവർണ്ണത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും പേറി നിൽക്കുന്ന കൊന്ന പൂങ്കുലയും. തളിർവെറ്റിലയിൽ പൊതിഞ്ഞ കൈനീട്ടം ഏറ്റുവാങ്ങി കാൽ തൊട്ട് വന്ദിക്കുമ്പോൾ മണ്ണിലും മനസ്സിലും വസന്താഗമത്തിൻ്റെ പൂത്തിരി വെളിച്ചം. രാവിനും പകലിനും തുല്യ ദൈർഘ്യമുള്ള വിഷു സംക്രമവും വിഷുപക്ഷിയുടെ ഗീതികകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിവേചനങ്ങൾക്കപ്പുറമുള്ള സമത്വത്തെയും ഭൂമിയുമായുള്ള നിരന്തര ജൈവബന്ധത്തെയും ഏകോദര സോദര ഭാവനയെയും നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹത്തെയുമൊക്കെയാണ്. മീനച്ചൂടിൽ നിന്നും മോചനം നേടിയ ഉഴവുചാലിലെ മൺതരികളിൽ നമുക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിത്തുകൾ പാകാം. ആരും അപരരല്ലെന്ന സന്ദേശവും വഹിച്ചെത്തുന്ന വേനൽ മഴത്തുള്ളികളുടെ ധ്വനിക്കായി കാതോർത്തുകൊണ്ട് ഈ വിഷുവിരുന്നിൻ്റെ മാധുര്യം നുകരാം. ഒരു പരമ്പരാഗത കേരളീയ വീടിൻ്റെ കാഴ്ചയാണിത്. വിഷു കണിക്കുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണ് ദീപ. ലിവിംഗ് റൂമിൽ ദീപ പൂക്കളും ദീപങ്ങളുമൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് അമ്മുമ്മ നിലത്തിരുന്ന് വിഷുക്കണി ഒരുക്കുന്നതും കാണാം. സന്തോഷത്തിൻ്റെ നിറവും ആഘോഷത്തിൻ്റെ ആവേശവുമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. എന്താ ചെയ്യണം അമ്മൂമ്മേ? മോളെ, നാളെ വിഷു അല്ലേ, നമുക്ക് കണിയൊരുക്കണ്ടേ? ദീപേ, കണിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോളൂ. ദാ അമ്മേ വരുന്നു. കുറച്ചുകൂടെ ഉണ്ട്, എടുത്തോണ്ട് വരാം. എല്ലാം കിട്ടിയോ ദീപേ? എല്ലാം കിട്ടി അമ്മേ, കൊന്നപ്പൂ മാത്രം കിട്ടിയില്ല. നമ്മൾ വീട് കെട്ടുമ്പോൾ കൊന്നമരം വെട്ടിയത് എത്ര വലിയ അബദ്ധമായെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അമ്മൂമ്മ ഇത് നോക്ക്, വിഷുക്കണിക്കുള്ള കൊന്നപ്പൂ കിട്ടി. സമാധാനായി മോളെ. കൊന്നപ്പൂവിന്റെ ഐതിഹ്യം അറിയോ നിനക്ക്? ഇല്ല അമ്മൂമ്മേ. ബാലിയെ അമ്പെയ്യാൻ ശ്രീരാമന് അഭയം നൽകിയ മരമാണ് കൊന്ന. പക്ഷേ അതിന് പ്രതിഫലമായി കിട്ടിയതോ കൊന്നമരം എന്ന പേരും. ആ സങ്കടം തീർക്കാനാണ് സ്വർണ്ണവർണ്ണമുള്ള മനോഹര പുഷ്പങ്ങളും കണിക്കൊന്ന എന്ന സുന്ദരമായ പേരും കിട്ടിയത്. സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഒക്കെ ചിഹ്നമായാണ് മലയാളി കൊന്നപ്പൂക്കളെ കാണുന്നത്. അമ്മ ബാല്യകാലത്തേക്ക് പോയി നിന്നാ തോന്നണേ. വരൂ അമ്മേ, നമുക്ക് കണിയൊരുക്കാം. ദീപ, ഇതിൽ കണിവെള്ളരി കാണാനില്ലല്ലോ. കണിവെള്ളരി എവിടെ? ഇതാ നാരായണി വെള്ളരി. കണിവെള്ളരി ഇല്ലാതെ എന്ത് വിഷു? ഞാനത് വിട്ടുപോയി. വിഷു വെളിച്ചത്തിൻ്റെയും നവോന്മേഷത്തിൻ്റെയും ഉത്സവമാണ്. ചക്കയും നാളികേരവും ഗണപതിക്കും, മാങ്ങ സുബ്രഹ്മണ്യനും, കദളിപ്പഴം ഉണ്ണിക്കണ്ണനും, നാരങ്ങ ലക്ഷ്മി ദേവിക്കും, ഉരുളിയിലെ ഉണക്കലരിയിൽ ഇവയെല്ലാം നിരത്തി അഭിവൃദ്ധിക്കായി കണ്ണാടിയും കണിക്കൊന്നയും കസവുമുണ്ടും സ്വർണ്ണ നാണയവും കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ ഒരുക്കിയ വിഷുവിനെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങി എന്നർത്ഥം. അപ്പോൾ വിഷു ഒരു ഉത്സവം മാത്രമല്ല, ജീവിതത്തിൻ്റെ നല്ലൊരു തുടക്കവുമാണല്ലേ?
അതേലോ മോളെ. നമുക്കപ്പോൾ ഈ വിഷു എല്ലാ മലയാളിക്കരയിലെ എല്ലാവർക്കും സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആഹാ, തകൃതിയായ ഒരുക്കങ്ങളാണല്ലോ. ഇനി അതിരാവിലെ എഴുന്നേറ്റ് കണി കണ്ടാൽ മതിയല്ലേ? എന്താ മോനെ ലേറ്റ് ആയത്? കണിപ്പ് തേടി നടന്നാണച്ചാ. ഇത്തിരി തേടിയിട്ടും കിട്ടിയില്ല. പിന്നെ മോള് വിളിച്ചു പറഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത്. അത് കഴിഞ്ഞു വേണം പടക്കം പൊട്ടിക്കാനും പൂത്തിരി കത്തിക്കാനും. പടക്കം പൊട്ടിക്കുന്നതും പൂത്തിരി കത്തുന്നതും ഒക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ചു വേണം കേട്ടോ. ശരി അച്ഛാ. നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ പോകാൻ, രാവിലെ കണി കാണേണ്ടതാണ്. ഓ, എന്ത് രസമായിരുന്നു അല്ലേ അമ്മമ്മയുടെ കഥകളും കേട്ടിട്ട് ഇങ്ങനെ കണി വെക്കാൻ. വാ മോളെ. മോനെ കണ്ണ് തുറക്കാതെ വരുമോ? ശരി അച്ഛാ. മോനെ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണ് തുറക്കൂ. സൂക്ഷിച്ച് നടന്നു വന്ന് നേരെ കൃഷ്ണനെ നോക്കി നന്നായി പ്രാർത്ഥിക്കൂ. അവിടെ പോയി ഇരുന്ന് ഓരോന്നും നോക്കൂ കണി വെച്ചത് കേട്ടോ. കണ്ണനെ നോക്കിയിട്ട് നല്ല തൊഴൂട്ടോ. നാരായണി, ഇനി വിഷുക്കൈ നീട്ടം കൊടുക്കാൻ. നാരായണി വരൂ. ഇനി മക്കളെ വരൂ. ഞാൻ നല്ല കുട്ടിയല്ലേ, എത്ര കഷ്ടപ്പെട്ടെന്നാ കൊന്നപ്പോക്ക് എടുത്തിട്ട് വന്നേ. എനിക്ക് ഇനിയും വേണം. കൈനീട്ടം ചോദിച്ചു വാങ്ങരുത്. എന്നാലും അപ്പൂപ്പൻ്റെ പൊന്നുണ്ണിക്ക് ഒരു വട്ടം കൂടി. അല്ലെങ്കിലേ അപ്പൂപ്പന് ചേച്ചീനാണ് ഇഷ്ടം. എനിക്ക് ഇത്രേ ഉള്ളൂ. ആര് പറഞ്ഞു? നീ നമ്മുടെ മഹാലക്ഷ്മി അല്ലേ. നാരായണി, നമ്മുടെ പൊന്നുമോക്ക് നിറയെ കൊടുക്കൂ. പഴയ കാലത്ത് തറവാട്ടിലെ തൊഴുത്തുള്ള പശുക്കൾക്ക് വരെ കണി കാണിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കൈവത്തിടാൻ പാടത്ത് പോകുമായിരുന്നു. തിരിച്ചെത്തുമ്പോഴേക്കും കണിയാൻ മുറ്റത്ത് നിൽപ്പുണ്ടാവും, വിഷുഫലം പറയാം. നവീന യുഗമാണ് മോനെ ഇത്. ഇപ്പം അക്കം ഓർമ്മകൾ മാത്രം. അതെ അതെ. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതുവർഷം കൂടി നേരുന്നു. ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. അടുത്തതായി ശ്രീമതി ദിവ്യ അനിൽ രചിച്ച കേരളീയത തുളുമ്പി നിൽക്കുന്ന ഗാനം ആലപിക്കാനെത്തുന്നു ശരത്, അനുപമ, മിനി തോമസ്, നവമി, റീന, രമ ശിവകുമാർ, ഷീബ പ്രസാദ് എന്നിവർ. പല്ലവി മോഹനരാഗത്തിലും അനുപല്ലവി ആനന്ദഭൈരവിയിലും ചരണം മാന്ത് രാഗത്തിലുമായി ശ്രീ അനിൽ മനോഹരമായി ചിട്ടപ്പെടുത്തി ശ്രീ വിനോദ് ചന്ദ്രമേനോൻ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച ഈ രാഗമാലികയ്ക്കായി നമുക്ക് കാതോർക്കാം.
കേരളത്തിലെ മറ്റേത് ആഘോഷവും എന്ന പോലെ വിഷുവും സംഗീതവുമായി ഇഴചേർന്നു കിടക്കുന്നു. കണി കാണുമ്പോൾ കാതുകളിൽ അമൃതായി പൊഴിയുന്ന വിഷുപക്ഷിയുടെ പാട്ട് പുതുവർഷത്തിൽ വരാനിരിക്കുന്ന നന്മകളുടെ നിമിത്തമാണ്. വിഷുപ്പുലരിയിൽ അനുഗ്രഹം ചൊരിയുന്ന ഗുരുവായൂരപ്പന് സംഗീതാർച്ചന നേരാനെത്തുന്നു ശ്രീ ശരത് ശശിധരൻ. ശരണം ശ്രീ ഗുരുവായൂരപ്പ, ശരണം ശ്രീ ഗുരുവായൂരപ്പ, ശരണം ശ്രീ ഗുരുവായൂരപ്പ, ശരണം ശ്രീ ഗുരുവായൂരപ്പ, ശരണം ശ്രീ ഗുരുവായൂരപ്പ. നിൻ അരവിന്ദ പാദം തൊഴുന്നേ കൈകൂപ്പി, ശരണം ശ്രീ ഗുരുവായൂരപ്പ. നിൻ അരവിന്ദ പാദം തൊഴുന്നേ കൈകൂപ്പി, ശരണം ശ്രീ ഗുരുവായൂരപ്പ. മുരളീധരൻ മധുസൂദന മുകുന്ദ, ആ മുരളീധരൻ മധുസൂദന മുകുന്ദ, മുരഹരി നാരായണ ഗോവിന്ദ, മുരഹരി നാരായണ ഗോവിന്ദ, ശരണം ശ്രീ ഗുരുവായൂരപ്പ. കരുണാലയനേ കമലക്കണ്ണ, കമനീയാശ്രിത കായമ്പുവർണ്ണ, കരുണാലയനേ കമലക്കണ്ണ, കമനീയാശ്രിത കായമ്പുവർണ്ണ, പരിപാലയ പരമാത്മാനന്ദ, പരിപാലയ പരമാത്മാനന്ദ, ഭഗവാനേ നീ കൃപ ചെയ്യണം, ശരണം ശ്രീ ഗുരുവായൂരപ്പ. കരളിൽ നീ എന്നും ഇരിക്കേണം, കരുതി ഞാൻ നിന്നെ സ്മരിക്കേണം, കരളിൽ നീ എന്നും ഇരിക്കേണം, കരുതി ഞാൻ നിന്നെ സ്മരിക്കേണം,
കാണുന്ന കാഴ്ചയൊക്കെ നീയാകേണം, കാണുന്ന കാഴ്ചയൊക്കെ നീയാകേണം, കാലമെല്ലാം തുണ നീ ചെയ്യണം. ശരണം ശ്രീ ഗുരുവായൂരപ്പ, നിൻ അരവിന്ദ പാദം തൊഴുന്നേ കൈകൂപ്പി. ശരണം ശ്രീ ഗുരുവായൂരപ്പ, ശരണം ശ്രീ ഗുരുവായൂരപ്പ. അടുത്തതായി നീ വര സമയമി തല്ലവ എന്ന ഭക്തിസാന്ദ്രമായ ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരവുമായി എത്തുന്നു അനുഗ്രഹീത കലാകാരികളായ ഹർഷിനി അജിത്, ദർശന ബി നായർ, ശ്രീ പാർവതി, രശ്മിക രഘുനാഥ് എന്നിവർ. ആത്മാവിനെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ഉയർത്താൻ പ്രേരിപ്പിക്കുന്ന ഈ നൃത്ത സംഗീത ശില്പത്തിനെ നമുക്ക് വരവേൽക്കാം. നീ വരസമയമിതല്ലവോ, നീലമേഘവർണ്ണ നീ വരസമയമിതല്ലവോ. തക്കത്തോം തിക്കത്തോം ദേവകി നന്ദന ഥളം കുത്തോം ഥളം കുത്തോം ഥളം കുത്ത ധീ തക്ക ന കജം ധീ തക്ക ന കജം ന കജം ത ധീ മി ത തത് ധീ തക്കണ്ണ കജം ധീ തക്കണ്ണ കജം നക്കജം ധി മി തദി തക്കണ്ണക്കജം ധി തക്കണ്ണക്കജം നക്കജം തധി മി തക്കധി തക്കണ്ണക്കജം ധി തക്കണ്ണക്കജം നക്കജം തധി മി തദി തക്കണ്ണക്കജം തക്കധി തക്കണ്ണക്കജം തൈ തക്കജം തരിത തക്കണ്ണം തരിതൈ തത്തഹത്തജം തരിത തത്തഹത്തണം തരിതൈ തക്കജം തക്കരം തക്കണ്ണം തക്കധി തക്കജം തക്കരം തക്കണ്ണം തക്കധി തക്കറി തക്കണ്ണ കജ്ജണ്ണു തധി കിടതക തരകിടതോം തക്കറി തക്കണ്ണ കജ്ജണ്ണു തധി കിടതക തരകിടതോം തക്കറി തക്കണ്ണ കജ്ജണ്ണു തധി കിടതക തരകിടതോം. സമയമിതല്ലവോ
நீலமேக வர்ணம் நினைந்து நினைந்து எந்தென்பனம் வாடி வருகுதே மோடி செய்யாது மண்ணடந்து வாயதே யசோதை மனம் பதற காட்சியளித்து மகிழ்ந்தவனே மண்ணடந்து வாயதே யசோதை மனம் பதற காட்சியளித்து மகிழ்ந்தவனே மண்ணடந்து வாயனே யசோதை மனம் பதற காட்சியளித்து மகிழ்ந்தவனே மண்ணடந்து வாயனே யசோதை மனம் பதற காட்சியளித்து மகிழ்ந்தவனே மண்ணடந்து வாயனே யசோதை மனம் பதற காட்சியளித்து மகிழ்ந்தவனே கண்ணே கனியமுதே உன்னை காண கண்கள் ஓடி போதுமே சானி நீத பமகம் மகம் மாகரே சசாகமப்ப கமப்ப நித நிரிசம் சானி சகமப்ப மகமகம் பாமகமக மப்ப நிரி நித பத மகரே சக மப்ப நிகம பனிச மப்ப நிசக பாமகமக சானித நித பாமகமக மானே மரதகமே யாதவர்க்கு நல்வரங்கள் அருள் ஆதரித்தோனே பூதனை ராட்சசியே உசிரடைந்த காளிய கர்வம் போக்கி சிரம் தள்ளில் நடம் புரிந்து கோபியர்கள் மனம் மகிழ்ந்து பதம் பணிந்து நந்த நந்த கோபபால என்றடைந்து நீ பரசமயமிதல்லவா நீலமேக வர்ணா நீ வர சமயமிதல்லவா மனம் மீறங்காதோ மாதவா மதன சுகுமாரனே 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 மனம் மீறங்காதோ மாதவா மாதவா இந்த சிறப்பு நிகழ்ச்சியின் மூலம் விஷுவின் அழகிய மரபுகளும் மகத்தான மக்கள் கலைகள் மற்றும் ஆன்மீகத்தின் முக்கியத்துவம் உங்களுக்கு கொண்டு சேர்க்கிறோம். புத்தாண்டின் இளமையை, மகிழ்ச்சியை, செழிப்பை கொண்டாடுவோம். உங்கள் அனைவருக்கும் இனிய மற்றும் வளமான விஷு நல்வாழ்த்துக்கள். விஷு ஆசம்சகள்.